സകലതും ഇപ്പൊ തമ്മിൽ തല ധരിച്ച് വീഴൂല്ലോ എന്റെ ഭഗവതി. ജനാധിപത്യപരമായി നടക്കുന്ന ഒരു ചർച്ചയാണ്. അവിടെ എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ഒരു മര്യാദയും താങ്കൾ കാണിക്കാതെ എന്റെ മേൽ രാഷ്ട്രീയം കലർത്തിയൊന്നും പോവാന്ന് വിചാരിക്കരുത്. എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തു. ഇതൊരു വല്ലാത്ത ജന്മം തന്നെ. അതെ, ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാ. ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഏത് ധിക്കാരം? ഏത് ധിക്കാരം? ഞാൻ എന്ത് ധിക്കാരം കാണിച്ചു? ശ്രീ അനിൽകുമാർ, ഞാൻ എന്ത് ധിക്കാരം? നിങ്ങൾക്ക് ഉത്തരവില്ലെന്നേ. നിങ്ങൾക്ക് പറയാൻ ഉത്തരവില്ല. കൂടുതൽ കോനായിരിക്കണ്ട. നിന്റെ വർത്താന ബാലേഷന് കൂടുതൽ തലവേദന ഉണ്ടാക്കും. നിങ്ങൾക്ക് അവതാരകനെ ആക്ഷേപിക്കണം, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വ്യതിചലിക്കണം. ഇത് നിങ്ങളുടെ അജണ്ടയാണ്, നടത്തിക്കോ. അവന്റെ അഭ്യാസം ഈ ആരോമൽ ചേകവരോട് വേണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഉത്തരവില്ല. നിങ്ങൾക്ക് ഉത്തരവില്ലാത്തത് എന്റെ ചോദ്യം. അറിയാത്ത പുള്ള ചൊറിയും പറയും. എന്റെ ചോദ്യം അതിനു മുമ്പ് എന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നോ ശ്രീ അനിൽകുമാർ? ടെൻഡറിനെ ബാധിച്ച അതിനു മുമ്പ് എന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നോ? ഈ ജാതി ശപ്പന്മാരൊക്കെ സേവിക്കേണ്ടി വരുന്നതാ നമ്മുടെയൊക്കെ ശാപം. അല്ലല്ല, അതല്ല ചോദ്യം. എന്റെ ചോദ്യത്തിന് ഉത്തരം താങ്കൾ ഉത്തരം പറഞ്ഞോ? ഞാൻ ഇവിടെ നിന്നിട്ട് തൊണ്ട പൊട്ടി എത്ര പ്രാവശ്യം ചോദിച്ചു, താങ്കൾ ഉത്തരം പറഞ്ഞോ? എന്താ ഒന്നും മിണ്ടാത്ത? അവനിനി മിണ്ടൂല. അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല. ഈ കമ്പനിക്ക് ഈ ആരോപിക്കപ്പെടുന്ന പോലെ മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവുമായി ബന്ധമുണ്ടോ എന്ന് ഞാനൊരു 10,000 വട്ടം ചോദിച്ചിട്ട് താങ്കൾ ഉത്തരം പറഞ്ഞു. എന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. ഞാൻ 10,000 വട്ടം മറുപടി പറയുന്നു. ആ ടെൻഡറിനെ ബാധിച്ച അല്ലല്ല, ചോദ്യം അതല്ല സാർ. ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ സമയം. ഈ ബന്ധമുണ്ടോ? 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 ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ. അല്ലല്ല, ഞാൻ ഓപ്ഷൻ തരാം. താങ്കൾ ഇനി വിശദീകരിക്കൊന്നും വേണ്ട. എ ഉണ്ട്, ബി ഇല്ല, സി അറിയില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് പറയാമോ? കിട്ടും, അടുത്തന്നെ കിട്ടും. ആ ടെൻഡറിനെ ബാധിച്ച ഒരു രാഷ്ട്രീയ ബന്ധങ്ങളും സർക്കാരിനോ CPM-നോ ഇല്ല. ഇതാണോ എന്റെ ചോദ്യത്തിന് ഉത്തരം? ഒരു മന്ദൻ. ഈ 3 ഓപ്ഷനിൽ ഒരെണ്ണം എടുക്കാൻ പറ്റുമോ താങ്കൾക്ക്? അതുപോലും പറ്റില്ല. താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നേ? അത് തന്നെയാണ് പറഞ്ഞത്. ഏത് പറഞ്ഞു? ഏത് പറഞ്ഞു? അങ്ങനെ ഊരിപ്പോവാന്ന് വിചാരിക്കരുത്. പരിഹാസ ശരങ്ങൾക്ക് നടുവിലൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പടയാളിയെ പോലെയാണ്. ഇല്ല. എന്നിട്ട് തിരിച്ചു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞില്ല എന്നുള്ള ആക്ഷേപത്തിന് ഒരടിസ്ഥാനവുമില്ല ശ്രീ അനിൽകുമാർ. എവിടെ ഓടിപ്പോയി? നോക്കൂ ശ്രീ അനിൽകുമാർ, താങ്കൾ ഈ ജനങ്ങളുടെ മുന്നിൽ ഇരിക്കുക. അല്ലല്ല, അതൊന്നല്ല. എന്റെ ചോദ്യം അവിടെ കിടക്കല്ലേ? എന്റെ ചോദ്യം ആദ്യം അവിടെ കിടക്കല്ലേ ശ്രീ അനിൽകുമാർ? എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. ഇല്ല, പറഞ്ഞില്ല. എന്റെ ഉത്തരം കൃത്യമാണ്. എന്താ ഉത്തരം? ഒരു ബന്ധങ്ങളും ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. ഏത് വായനകളാവോ കളി കണ്ടേ? ബന്ധമുണ്ടോ? ഒരു ബന്ധങ്ങളും അല്ലല്ല, ബന്ധം ബാധിച്ചോ എന്നല്ല ചോദ്യം. ബന്ധമുണ്ടോ? കുറെ നേരമായല്ലോ ഇയാൾക്കൊരു വല്ലായ്മ തുടങ്ങിയിട്ട്. ബന്ധം ബാധിച്ചോ എന്നല്ല ചോദ്യം. എന്റെ ദൈവമേ, ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ബന്ധമുണ്ടോ? മനസ്സിലായോ? ഒരു ബന്ധങ്ങളും അപ്പൊ കാര്യം മനസ്സിലായി ശ്രീ അനിൽകുമാർ. പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ഒരു ഉടായിപ്പായിട്ട് അറിയിക്കോളൂ. എന്നെ സഹായിക്കാൻ വന്നിട്ടില്ല നമ്മൾ ഈ ഗതിയിലായി. അത് പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല. അദ്ദേഹത്തിന് സമയം കളയണം, എന്നെ ആക്ഷേപിക്കണം ഒക്കെ പറഞ്ഞ് ഈ സമയം 1 മണിക്കൂർ കളയണം. വാല് പൊക്കണ കണ്ടപ്പോഴേ മനസ്സിലായി തന്റെ രോഗം എന്താ. എന്റെ ശ്രീ അനിൽകുമാർ, ദയവായി ഒരു ജനാധിപത്യ മര്യാദ. മണ്ണുണ്ണിയാ അപ്പടിനാ ബുദ്ധൂസിന് അർത്ഥം. ഒരപേക്ഷ, ഒരൊറ്റ ചോദ്യം, ഒരൊറ്റ ഉത്തരം ദയവായി പറഞ്ഞു. ഞാൻ താങ്കളോട് അപേക്ഷിക്കാം. ഈ പ്രസാദി എന്ന കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവുമായി ബന്ധമുണ്ടോ? സിമ്പിൾ ചോദ്യം, ഉത്തരം പറയൂ. വേണ്ട, ആ രഹസ്യം എന്റെ തലയിൽ തന്നെ ഇരുന്ന് ക്ലാവ് പിടിച്ചോട്ടെ. CPIM-ന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഈ കരാറുമായി സംസാരിക്കാനാണ്. സേഫ് കേരള പദ്ധതിയുമായി ഞാൻ പോവൂല. നിന്നോട് പോകാനാ പറഞ്ഞത്. ഞാൻ പോകൂലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനു നിർബന്ധിക്കണം? അപ്പൊ മതി. അല്ലല്ല, ഞാൻ ഇത്രത്തോളം വിനയത്തോട് അപേക്ഷിച്ചിട്ട് പോലും താങ്കൾ ആ ചോദ്യത്തിൽ പിടിക്കില്ല എന്നാണെങ്കിൽ ഇതാണ് പ്രശ്നം ശ്രീ അനിൽകുമാർ. എന്നെ ആക്ഷേപിച്ചൊന്നും കാര്യമില്ല. ആരോഗ്യത്തിന് നല്ലത്. ശ്രീ CPM-ന്റെ പ്രതിനിധിക്ക് അവസരങ്ങൾ വാരിക്കോരി കൊടുത്തിട്ടും നിരവധി തവണ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടും നിങ്ങൾക്ക് ഉത്തരവില്ലെങ്കിൽ അതിന്റെ ഉത്തരം നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നിങ്ങളുടെ പൊന്നാര മകന്റെ അമ്മായിയപ്പൻ പ്രസാദിയ കമ്പനിയുമായിട്ട് സാമ്പത്തിക ഇടപാടുള്ള വ്യക്തിയാണ്. തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീടിന് പുറത്ത് വന്ന് അഭ്യാസം കാണിക്കരുത്. സാറിനൊരു പ്രശ്നം വരുന്നതൊക്കെ ഞാൻ വരണ്ടേ? ഒന്ന് പോടോ. പാർട്ടിയുടെ, അതായത് CPM-ന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പല ലെയറുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതാണ് ഇപ്പോഴത്തെ ഈ പ്രതികരണം. ഇതാരോ നമ്മുടെ കഴുത്തിൽ ഊരാക്കൂട് കിട്ടും. പക്ഷേ ശ്രീ റെജി ലൂക്കോസിന് അതിൽ ആകെ സംശയമുള്ളത് BJP-യുടെ ഇടപെടലുകളാണ്. കാരണം നിങ്ങളുടെ രാഷ്ട്രീയ ചട്ടുകമായി അല്ലെങ്കിൽ അക്കരപ്പച്ച തേടി വരുന്ന ഒരാളായിട്ടാണ് മനു തോമസിനെ പാർട്ടി നിലവിൽ കാണുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ പത്രക്കാരെ കൂടി ഞാൻ തോറ്റു. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇദ്ദേഹം പലതവണയായിട്ട് പറഞ്ഞു ഞാൻ ഓൺ ചെയ്തു. എന്ത് ഓൺ ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായില്ല.
പോട്ടെ സാറേ കേട്ടാ വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞു. BJP തിരക്കഥ രചിക്കുന്നതാണെങ്കിൽ ശ്രീ റജി ലൂക്കോസ് ഇതിന് മറുപടി പറയേണ്ടത് CPM അല്ലേ, അല്ലാണ്ട് ആകാശ് തില്ലങ്കേരിയാണോ ഇതിന് മറുപടി പറയേണ്ടത്? എന്തിന് ഈ ഞാൻ വരെ പറയും സത്യം പറയുമെന്താ തല്ലണോ? തല്ലരുത്. അർജുനായങ്കിയാണോ ഇതിന് മറുപടി പറയേണ്ടത്? ഇവരൊക്കെയാണോ ഇപ്പൊ നിങ്ങളുടെ പാർട്ടിയുടെ പുതിയ വക്താക്കള്? സ്വന്തം തെറ്റുകളോർത്ത് ലജ്ജിക്കേണ്ടി വരുന്നത് വിധിയാണ്. താങ്കൾ അതിന് വിധിക്കപ്പെട്ടിരിക്കുന്നു. തിരക്കഥ രചിച്ച് ഇങ്ങനെ ഒരാളെ മുൻപോട്ട് കൊണ്ടുവരുന്നതാണെന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ വ്യക്തി മനു തോമസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണം എന്താണ്? എന്തോ എനിക്കറിഞ്ഞൂടാ. ജയരാജനും അദ്ദേഹത്തിന്റെ മകൻ ജയൻരാജനും കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായിട്ടുമാണ് ഇടപാട് എന്ന് പറയുമ്പോ പ്രതിപക്ഷങ്ങൾ ദയവായി നിശബ്ദത പാലിക്കണം. നിങ്ങൾ ഈ പറയുന്നതിൽ യാതൊരു കഴമ്പും. ആകാശ് തില്ലങ്കേരി കൊട്ടേഷൻ സംഘത്തിലുള്ള വ്യക്തിയാണ് എന്ന് CPM തന്നെ പറഞ്ഞ ആളാണ്. അർജുനായങ്കി പറയുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആളാണെന്ന് അർജുനായങ്കി തന്നെ കേരള പോലീസ് തന്നെ സാക്ഷ്യം പറഞ്ഞൊന്നാണ്. ഇതൊന്നും അങ്ങനെ വിടാൻ പാടില്ല. എന്തോ എടാ ഇവിടെ ഇതും ഇതിന്റെ അപ്പുറം നടക്കുന്നത്. ഇവർ രണ്ടുപേരുമാണോ വന്നിട്ട് ഇതിനകത്ത് പ്രതികരിക്കേണ്ടത് CPM-ന്റെ ഭാഗത്ത് നിന്നുകൊണ്ട്? അത്തരത്തിലൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് CPM മാറുന്ന സാഹചര്യമാണോ നിലവിൽ കേരളത്തിലുള്ളത്? അപ്പോ തിരക്കഥയാണ് മറ്റൊരു പാർട്ടി രചിച്ചുകൊണ്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വളരെ മാന്യമായിട്ട് അതിനെ പ്രതികരിക്കണം. പക്ഷേ വിവരമില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കൂടെ തോന്നണ്ടേ? ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് തുറന്നു കാണിക്കാൻ കഴിയുന്നതാണെങ്കിൽ നിങ്ങൾ തുറന്നു കാണിക്കണം. കടയടച്ച് വീട്ടിൽ പോയി നീടോ മനുഷ്യനെ വിലക്കെടുത്താതെ. ചട്ടമ്പികളെ അല്ല ഇറക്കി വിട്ടിട്ട് ഇതിനകത്ത് പ്രതികരിക്കേണ്ട. അവിടെയാണ് നിങ്ങൾ താഴെ പോയിരിക്കുന്നതെന്നുള്ള കാര്യം ശ്രീ ജയരാജനും മനസ്സിലാക്കണം, താങ്കളും മനസ്സിലാക്കണം. ഇവിടെ ആർക്കാ ഭ്രാന്ത്? ഇപ്പൊ ആർക്കില്ല, നാളെ ആർക്കെങ്കിലും വന്നുകൂടുന്നില്ലല്ലോ. അതല്ലേ ഇവിടുത്തെ അവസ്ഥ. ഞാൻ മറുപടി പറയാം. അടിപൊളി. ആകാശ് തില്ലങ്കേരിയെ പോലുള്ളവർ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് വർഷങ്ങളായി. നീ ഒന്നും പണയണ്ട. അവരുടെ പേര് ഉപയോഗിക്കുമ്പോൾ അവർ പ്രതികരിക്കാതെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നാല് പേര് അറിയാൻ വേണ്ടിയിട്ട് ഒരു കപ്പാസിറ്റി. ഇപ്പൊ CPM-ന്റെ ഒരു സമന്വയ നേതാവ് ഞങ്ങളോടൊപ്പം വന്നു എന്ന് ഭാഷ്യം ചേർത്താൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ കൂടി ജയിച്ചിരിക്കുന്ന ഒരു തിരക്കഥയാണിത്. നിർത്തളിയാ ദൈവമേ, ഇക്കണക്കിന് കൃഷ്ണനുണ്ടി വരാത്ത നന്നായി. വന്നിരുന്നെങ്കിൽ അവന്റെ ന്യായപ്രമാണം കൂടെ നമ്മൾ കേൾക്കേണ്ടി വന്നേ. ഒരു വിപ്ലവകാരിയുടെ പതനം എന്നാണ് മനു തോമസിനെ കുറിച്ചിട്ട് ജയരാജൻ സഖാവ് പറഞ്ഞിരിക്കുന്നത്. ഈ ആകാശ് തില്ലങ്കേരിയുടെ വിഷയത്തില് വിപ്ലവകാരിക്ക് പതനം സംഭവിച്ചില്ലേ? അർജുനായങ്കിയുടെ വിഷയത്തില് വിപ്ലവകാരിക്ക് പതനം സംഭവിച്ചില്ലേ? ഇവര് രണ്ടുപേരും PJ ആർമി എന്നും ചെന്താരകം എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ജയരാജനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. നമ്മൾ കണ്ടിട്ടില്ല, കാണാത്തത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കൂല. ദുബായ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ദുബായ് ഇല്ലേ? എന്തുകൊണ്ട് ജയരാജൻ സഖാവ് വന്നിട്ട് ഇവരെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഇതുവരെയും നമ്മൾ കണ്ടില്ല? ഈ മനുദോസ് ഈ രീതിയിലുള്ളൊരു നാടകം ഇപ്പൊ BJP അവർക്ക് അദ്ദേഹത്തിന് ഓഫർ കൊടുത്തിരിക്കുന്നത് യുവമോർച്ച ന്യൂനപക്ഷ മോർച്ചയുടെ എന്തോ ഒരു ഉന്നത പദവിയാണെന്നാണ് വാർത്തകൾ പറയുന്നത്. BJPക്ക് ഇദ്ദേഹത്തിന് ഒരു ആയുധമാക്കി CPM-നെ ബലിയാടാക്കാൻ വേണ്ടി കളിച്ചൊരു നാടകം എന്നല്ലാണ്ട് ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ച ഈ പറയുന്ന വിവരമൊക്കെ ആര് പങ്കുവെച്ചതാണ്? ചാനലുകാരുടെ മുന്നിൽ വിഡിത്തം വിളമ്പി ആളാവാനല്ലടോ, തന്റെ വിവരമില്ലായ്മയ്ക്ക് ഞാനും കൂടി സമാധാനം പറയണോ? അല്ല, AP അബ്ദുള്ളക്കുട്ടി അദ്ദേഹത്തിനെ കണ്ടു, അദ്ദേഹത്തിന് നൽകിയ ഓഫർ എന്താണ്? അദ്ദേഹത്തിന് ഓഫർ കൊടുത്തു നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? ശരി പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.